കേരള രാഷ്ട്രീയത്തിൽ കെ മുരളീധരൻ പറഞ്ഞതുപോലെ എ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഇക്ലിപ്പെടുത്തുന്ന വാർത്തകൾ വന്നു നിറയുമ്പോൾ മുങ്ങിപ്പോകുന്ന കുറെ അധികം വാർത്തകളുണ്ട്. അതിലൊന്നാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര. എല്ലാ ദിവസവും ഈ വിഷയത്തെക്കുറിച്ച് ചെറിയ കോളം വാർത്തകൾ പത്രമാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്കിലും വേണ്ടത്ര മുൻനിരയിലേക്ക് എത്തുന്നതേയില്ല. എന്നാൽ രാഹുൽ ഗാന്ധി ഏറ്റവും അധികം വെട്ടാൻ നോക്കിയ ശശി തരൂർ വരെ ഒരു വേള രാഹുലിനോടൊപ്പം പാർലമെന്റ് വളപ്പിൽ മോദിക്കെതിരെ നിലകൊണ്ടു. അതിന് കാരണം രാഹുൽ 6 മാസം കൊണ്ട് കുത്തിയിരുന്ന് പണിപ്പെട്ട് നടത്തിയ വോട്ട് കൊള്ളയെ കുറിച്ചുള്ള അത്താഴ വിരുന്നിൽ പൊട്ടിച്ച ആറ്റം ബോംബ് കൊണ്ടാണ്. കോൺഗ്രസിനെ നഖശികാന്തം എതിർത്ത് പാർലമെന്റിനകത്ത് ഒരക്ഷരം മിണ്ടരുത് എന്ന് ഒടുക്കം രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കുക വരെ ചെയ്ത ഒരു തരൂരിനെ ഒടുക്കം രാഹുൽ തന്നെ വരച്ച വരയിൽ നിർത്തുന്നത് പോലും ഇതേ വോട്ട് ചോരിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ടുകൊള്ള എന്ന് പറയുന്നത് ഭീകരമായ ഒന്നാണ്. അന്ന് രാഹുൽ പൊട്ടിച്ച ആറ്റം ബോംബിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില ഭീഷണികൾ മുഴക്കി മൂലക്കിരുന്നപ്പോൾ അജയ്യനായി മാറുന്ന രാഹുലിന് പിന്നിൽ കട്ടക്ക് നിൽക്കുകയാണ് പ്രിയങ്ക. 11ാമത്തെ ദിവസം തീക്കാറ്റായി മാറുകയാണ്. ബീഹാർ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഇളക്കി മറിക്കലാണ് പിന്നീട് നമ്മൾ കണ്ടത്. ബീഹാറിൽ വോട്ടറധികാര യാത്രയ്ക്ക് ശക്തി പകരുകയാണ് പ്രിയങ്ക. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും വോട്ടുകൊള്ള ആരോപണത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കള്ളന്മാരെ പോലെ മൗനം പാലിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. BJP രാജ്യമെമ്പാടും വോട്ട് മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്ന് അവിടെ കൃത്യം പോയിന്റിൽ പ്രിയങ്കയും കൊള്ളിക്കുന്നുണ്ട്. പോരാട്ടം കൂടുതൽ ശക്തമായിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. 10ാം ദിവസവും കഴിയുമ്പോൾ സുപോളിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അഖിലേഷ് യാദവ്, മുഖ്യമന്ത്രിമാരായ MK സ്റ്റാലിൻ, സിദ്ധരാമയ്യ, ഹേമന്ത് സോറൻ എന്നിവരും അടുത്തടുത്ത ദിവസങ്ങളിൽ യാത്രയ്ക്കെത്തും. വോട്ടുകൊള്ളയെ പൊരുതി തോൽപ്പിക്കാമെന്ന് പ്രിയങ്ക എക്സിൽ കുറിക്കുന്നുമുണ്ട്. വോട്ട് മോഷണം നരേന്ദ്രമോദിയും സംഘവും ആദ്യം ആരംഭിച്ചത് ഗുജറാത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ കൃത്യം ആരോപണവും പിന്നാലെയുണ്ട്. ബീഹാറിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ BJPക്ക് മറുപടി നൽകുമെന്ന് തന്നെയാണ് RJD നേതാവ് തേജസ്വി യാദവും വ്യക്തമാക്കുന്നത്. സെപ്റ്റംബർ 1-ന് പാട്നയിൽ നടക്കുന്ന മഹാറാലിയോടെ യാത്ര അവസാനിക്കും. ഈ വർഷം അവസാനം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. പ്രിയങ്കയും രാഹുലും കൂടെ ഇളക്കിമറിച്ച ബീഹാറിലെ ഇന്നലെയിലെ രംഗങ്ങൾ കാണാം.